ഇന്ന് നമുക്ക് SBI ലൈഫ് സ്മാർട്ട് പ്ലാറ്റിന പ്ലസിനെ പറ്റി നോക്കാം. എല്ലാവർക്കും സ്ഥിര വരുമാനം എന്നുള്ളത് ഒരു സ്വപ്നം തന്നെയാണ്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അല്ലേ. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും നമുക്ക് സ്ഥിരമായിട്ടൊരു ഇൻകം ഉണ്ടാവില്ല. ചിലപ്പം ലോസ് ഉണ്ടാവാം, ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകും. അപ്പം നമുക്കൊരു സ്റ്റേൺ ആയിട്ടൊരു ഇൻകം നമുക്ക് ഒരു സൈഡായിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പ്രഷർ കാരണം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നില്ല. ഒരു 10 ഇയേഴ്സ് 20 ഇയേഴ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും മടുത്തു പോകും. എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതിയെന്ന് തോന്നും. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്താൽ മതി എന്നൊക്കെ തോന്നും. ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മന്ത്ലി ഇൻകം അല്ലെങ്കിൽ ഒരു ഇയർലി ഇൻകം, നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഏൺ ചെയ്തിരുന്ന സംഭവം തന്നെ അത്രയും എമൗണ്ട് തന്നെ നമുക്ക് പിന്നുള്ള കാലങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഇത്രയും എമൗണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് നല്ലൊരു കാര്യമല്ലേ. ഇപ്പോൾ നമ്മൾ 10 ഇയേഴ്സ് വർക്ക് ചെയ്തു അല്ലെങ്കിൽ 20 ഇയേഴ്സ് വർക്ക് ചെയ്തു, നെക്സ്റ്റ് 20 ഇയേഴ്സ് നമുക്ക് സെയിം എമൗണ്ട്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എമൗണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ വർക്ക് ചെയ്യാതെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. നമ്മൾ 10 ഇയേഴ്സ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് നമ്മൾ ഫുൾ പ്രഷറിൽ, ഫുൾ ടെൻഷനിൽ, അല്ലെങ്കിൽ സെയിൽസൊക്കെ ആണെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം 10 ഇയേഴ്സ് 20 ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും മതിയായി, ഇനി വേറെ എന്തെങ്കിലും നോക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഇൻകം അത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഈ സ്മാർട്ട് പ്ലാറ്റിന പ്ലസ് എന്ന് ഇതിലൂടെ നമുക്ക് കിട്ടാൻ പോകും. നമ്മൾ ഈ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഈ സ്കീമിൽ നമ്മൾ ജോയിൻ ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഇൻകം ഉള്ള സമയത്ത്, ഏർണിങ്സ് ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനത്തെ പ്ലാൻസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്യാരൻറ്റീഡായിട്ട് ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 7 ഇയേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് റെഗുലറായിട്ട് ഇത്രയും ഇൻകം നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അത്രയും തന്നെ നമുക്ക് തിരിച്ച് കിട്ടുന്നൊരു പോളിസിയാണ് ഈ SBI സ്മാർട്ട് പ്ലാറ്റിന പ്ലസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മന്ത്ലി ഇത്രയും എമൗണ്ട് കിട്ടും അല്ലെങ്കിൽ ഇയർലി ഇത്രയും നമുക്ക് ഇൻകം ഉണ്ട് എങ്കിലും നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇൻകം കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ പോളിസിയിലുള്ളത്. ഇനി ഗവൺമെൻറ് ജോബ് അല്ലാണ്ട് പ്രൈവറ്റ് ജോബിലൊക്കെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു 60-65 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇൻകം ഇല്ലാണ്ടാവും, നമുക്ക് വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മളൊരു 50 ഇയേഴ്സൊക്കെ ആയി, ഇനിയിപ്പോൾ 60 കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ 65 കഴിഞ്ഞ് കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ ഈ പ്ലാൻ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് 60 വയസ്സ് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇൻകം കിട്ടും. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ സ്മാർട്ട് പ്ലാറ്റിന പ്ലസ് എന്ന് പറയുന്നത്. പെൻഷൻ ഇല്ലാതെ നമ്മൾ ഗവൺമെൻറ് ജോബാണെങ്കിൽ ഉറപ്പായിട്ട് പെൻഷൻ കിട്ടും, അവരുടെ മരണം വരെ അവർക്കുണ്ടാകും. അതുപോലെ നമുക്ക് ഈ പ്ലാൻ ചൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇപ്പം പ്രൈവറ്റ് ജോബ് 60 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് വേണമെങ്കിൽ നമ്മൾ 50 ഇയേഴ്സിലെ പ്ലാൻ ചെയ്തതിൽ ജോയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ 53-52 ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ പ്ലാൻ ചെയ്തതിൽ ജോയിൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് 60 ഇയേഴ്സ് കഴിഞ്ഞിട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു മെത്തേഡാണ് ഇതിലുള്ളത്. അപ്പം ഞാനിത് എക്സാമ്പിളൊക്കെ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ പലരും ഇത് അറിയാതിരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ സംഭവമുണ്ട്. നമ്മൾ ഇൻകം ഏൺ ചെയ്താലും പിന്നെ ഒന്നുമില്ല, നമ്മൾ വർക്ക് ഇല്ലാതാകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നൊരവസ്ഥ ഇനി ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഗ്യാരൻറ്റീഡായിട്ട് റിട്ടേൺ കിട്ടുന്ന കുറച്ച് പ്ലാൻസാണ് ഞാനിവിടെ പറയുന്നത്. ഇനി വേറെ ആർക്ക് ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ ഇപ്പോൾ ഈ പ്ലാൻ എടുക്കാമെന്ന് വെച്ചാൽ 3 മന്ത്സ് മുതലുള്ള ബേബീസിന് വരെ ഈ പ്ലാൻ എടുക്കാവുന്നതാണ്. അവരുടെ പാരൻസിന് ഇത് അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയാകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ചിലവൊന്നുമില്ല. അവർക്ക് പേരിലൊരു 1000 2000 അല്ലെങ്കിൽ മാക്സിമം പോയൊരു 5000 ഒക്കെ നമുക്ക് ഇപ്പോൾ സ്കൂൾ കുട്ടികളാണ്, LKG UKG കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് അത്ര വളരെ 5000 മാക്സിമം ആണ്, അതിന് അകത്തുള്ള ചിലവേ നമുക്ക് ഉണ്ടാവുള്ളൂ. LKG UKG അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് ആ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾക്ക് നമുക്ക് വളരെ ചിലവ് കുറവായിരിക്കും. പക്ഷേ അവർ ക്ലാസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ട്യൂഷൻ ഫീസ് കൂടും. പിന്നെ വേറെ ഇപ്പോൾ എല്ലാവരും പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അപ്പം ആ സമയത്ത് നമ്മൾ കിടന്ന് ഓടേണ്ടി വരില്ല. ഈ കുഞ്ഞ് ജനിച്ച സമയത്തോ അല്ലെങ്കിൽ കുഞ്ഞ് പ്രൈമറി ക്ലാസ്സോ പ്രീ പ്രൈമറി ക്ലാസ്സിലൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഈ പ്ലാൻ ചൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ വലുതാവുന്ന സമയത്ത്
ഇപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടിയുടെ പേരിൽ ഇത് ജോയിൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് 10ാം ക്ലാസ് മുതൽ അവർക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് തിരിച്ച് കിട്ടുന്ന രീതിയിൽ. അതായത് 1ാം ക്ലാസ്സിലൊക്കെ കുട്ടിക്ക് എത്ര വയസ്സായിരിക്കും, 6 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സായിരിക്കുന്ന സമയത്തൊക്കെ നമ്മളൊരു പ്ലാൻ എടുക്കുകയാണ് ഇവരുടെ പേരിൽ. അപ്പോൾ നമ്മൾ 10 ഇയേഴ്സ് അല്ലെങ്കിൽ 7 ഇയേഴ്സ് 8 ഇയേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം ഏത് ഇയേഴ്സ് ആണെന്ന്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ 10 ഇയേഴ്സ് വെച്ച് എക്സാമ്പിൾ പറയുകയാണ്. 10 ഇയേഴ്സ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവർ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികളാകുമ്പോൾ പാരൻസ് എന്തായാലും എംപ്ലോയി ആയിരിക്കും, എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ഈ കുഞ്ഞു കുട്ടികളാകുന്ന സമയത്ത് വലിയ ചിലവൊന്നും കാണില്ല. അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, കുട്ടികളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കുഞ്ഞൊരു 10ാം ക്ലാസ് ആവുന്ന സമയത്ത്, ഇപ്പോൾ 5 വയസ്സായ കുട്ടിക്കാണ് നമ്മൾ ജോയിൻ ചെയ്തത്. കുട്ടിക്ക് 15 വയസ്സാവുന്നത് മുതൽ കുട്ടിക്ക് 30 വയസ്സാവുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ SBI നോക്കിക്കോളും. അതാണ് ഈ സ്കീമിൻ്റെ പ്രത്യേകത. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ 1 ലാഖിൻ്റെ പ്ലാൻ എടുക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ 2 ലാക്സ് 3 ലാക്സ്, നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ ഇൻകത്തിനനുസരിച്ച് നിങ്ങൾ കുട്ടികളുടെ പേരിൽ എടുക്കുകയാണെങ്കിൽ അവർക്കൊരു 10ാം ക്ലാസ് മുതൽ അടുത്ത 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ, അതായത് ഈ SBI സ്മാർട്ട് പ്ലാറ്റിന പ്ലസ് എന്ന് പറഞ്ഞാൽ 15 ഇയേഴ്സാണ് നമുക്ക് ഇൻകം റിട്ടേൺ കിട്ടുന്നത്. അപ്പം ഇപ്പോൾ 1 ലാഖാണ്, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. 1 ലാഖ് ആണെങ്കിൽ പോലും 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അവർക്ക് 1 ലാഖ് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം 15 വയസ്സ് 16 വയസ്സെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് +1 കുട്ടിക്കൊന്നും 1 ലാഖിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, എങ്കിൽ പോലും അവർക്ക് അത്രയും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്കൊരു സേവിങ്സ് നിങ്ങൾക്ക് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ ഒന്നും ഓടേണ്ടി വരത്തില്ല. ഇപ്പോൾ +2 കഴിഞ്ഞിട്ടൊക്കെ പുറത്ത് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി ബിടെക് അങ്ങനെ മെഡിക്കൽ ഫീൽഡ് എന്താണെങ്കിലും ഒരുപാട് ക്യാഷ് ചിലവാകുന്ന സമയമാണ്. അപ്പോഴൊന്നും നിങ്ങൾക്ക് ഓടേണ്ടി വരില്ല. ഇപ്പോഴേ നിങ്ങൾ കുഞ്ഞ് ബേബീസ് ആയിരിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ പ്രീ പ്രൈമറി സെക്ഷൻസിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവരുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾ നോക്കേ വേണ്ട. ഹയർ എഡ്യൂക്കേഷന് പോയിട്ട് അവർ ജോലി കിട്ടിയാൽ പോലും അവർക്ക് വീണ്ടും റിട്ടേൺ കിട്ടിക്കൊണ്ട് 30 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജോലി കിട്ടി കല്യാണമായി ആ സമയം വരെയും അവർക്ക് ഈ നിങ്ങൾ അന്ന് ചെയ്ത ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അതാ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് രീതിയിൽ ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു സ്കീമാണ് ഈ സ്മാർട്ട് പ്ലാറ്റിന പ്ലസ് എന്ന് പറഞ്ഞാൽ. ഞാനിത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഒരു 35 വയസ്സുള്ള ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അയാൾ 10 ഇയേഴ്സിൻ്റെ പ്ലാനാണ് എടുത്തിരിക്കുന്നത്. 2 ലാക്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ വെറും ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. 10 ഇയേഴ്സ് തന്നെ എടുക്കണമെന്നില്ല, 7 ഇയേഴ്സ് എടുക്കാം, 8 ഇയേഴ്സ് എടുക്കാം, ഇഷ്ടം. ഈ 2 ലാക്സ് എന്നുള്ളത് 50,000 വരെ എടുക്കാം. നമുക്ക് ചെറിയ ഇൻകമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 2 ലാക്സോ 3 ലാക്സോ ഒന്നും എടുക്കാൻ പറ്റണമെന്നുണ്ടാവില്ല. അപ്പം ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. അതുപോലെ 1 ലാക്ക് 2 ലാക്ക് 3 ലാക്ക് നമുക്ക് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് എത്രയാണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 ലാക്സ് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് എടുക്കുന്നത്. അപ്പോൾ 35 ഇയേഴ്സ് ആയിട്ടുള്ള ഒരാൾ 10 വർഷത്തേക്ക് 2 ലാക്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചോ. 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ 20 ലാക്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അടുത്തൊരു 1 ഇയർ എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡാണ്. അത് കഴിഞ്ഞിട്ട് 11 വർഷം കഴിയുമ്പോൾ മുതൽ നമുക്ക് അടുത്ത 15 വർഷത്തേക്ക് 1,92,640 രൂപ, അതായത് ഓൾമോസ്റ്റ് 2 ലാക്സ് തന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് ലഭിക്കും. അതാണ് ഈ സ്കീം എന്ന് പറഞ്ഞാൽ. നമ്മൾ 2 ലാക്സ് വെച്ച് ഡെപ്പോസിറ്റ് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു, 2 ലാക്സ് തന്നെ ഓൾമോസ്റ്റ് 2 ലാക്സ് തന്നെ നമുക്ക് തിരിച്ച് കിട്ടുകയാണ്. 1,92,640 റുപ്പീസ് ഇത്രയും നമുക്ക് റിട്ടേൺ കിട്ടുവാണ്. ഓക്കെ, ഓൾമോസ്റ്റ് 2 ലാക്സ് എന്ന് പറയാം. നമ്മൾ 10 വർഷമാണ് അടച്ചത്, പക്ഷേ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് 15 ഇയേഴ്സാണ്. 15 വർഷമാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജോബുള്ള സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ബേബീസ് കുഞ്ഞായിരിക്കുന്ന സമയത്തോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പക്ഷേ നമുക്ക് ജോബ്ലെസ് ആയിരിക്കുന്ന സമയത്ത് ഇതൊരു വലിയ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അതും 15 ഇയേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ 28,89,600 28 ലക്ഷം. നമ്മൾ 20 ലക്ഷം 10 വർഷം കൊണ്ട് അടച്ചത് നമുക്ക് 28 ലക്ഷം, അതായത് ഓൾമോസ്റ്റ് 30 ലക്ഷമായിട്ട് നമുക്ക് തിരിച്ച് കിട്ടുവാണ്. 20 ലക്ഷം അടച്ചു, 30 ലക്ഷമായിട്ട് തിരിച്ച് കിട്ടും. ഇത് മാത്രമല്ല, ഈ പോളിസി തീരുന്ന സമയത്ത് ഇപ്പോൾ 15 ഇയേഴ്സാണ് നമുക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, റിട്ടേൺ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 15 ഇയേഴ്സ് കഴിയുന്ന സമയത്ത്
ഇതിൻ്റെ നമ്മൾ 20 ലാക്സ് അടച്ചു. ആ 20 ലാക്സിൻ്റെ 110%, അതായത് 22 ലക്ഷം നമുക്ക് ലാസ്റ്റ് ഈ 15 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട്, ഒരു ബൾക്ക് എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ നമുക്കിവിടെ എത്രയാണ് കിട്ടുന്നത്? 50 ലാക്സ് 89,600 റുപ്പീസാണ് നമുക്ക് ടോട്ടൽ ഇവിടെ കിട്ടുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ 10 വർഷം പ്രീമിയം അടച്ചു. ഇപ്പം ഇവിടെ എക്സാമ്പിൾ 2 ലാക്സ് വെച്ച് 20 ലാക്സ് നമ്മൾ അടയ്ക്കുവാണ്. തിരിച്ച് ഈ 2 ലാക്സ് വെച്ച് 15 ഇയേഴ്സ് നമുക്ക് തിരിച്ച് കിട്ടുവാണ്. ഇപ്പം കുഞ്ഞിന് 5 വയസ്സാകുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്തു. കുഞ്ഞിന് 15 വയസ്സാവുന്നത് വരെ നമ്മൾ ഇത് അടച്ചു. അതായത് 10 ഇയേഴ്സ് നമ്മൾ അടച്ചു. പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത 15 വർഷം, അതായത് കുഞ്ഞിന് 10ാം ക്ലാസ് പഠിക്കുന്ന മുതൽ, അതായത് 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ നമുക്ക് റിട്ടേൺ കിട്ടുവാണ് 2 ലാക്സ് വെച്ചിട്ട്. അത് കൂടാണ്ട് ആ പ്രീമിയം 15 വർഷം തീർന്ന ഉടനെ തന്നെ നമുക്ക് 22 ലാക്സ് അപ്പം തന്നെ മെച്യൂരിറ്റി ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ എമൗണ്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 50 ലാക്സ് 89,600, 50 ലക്ഷത്തിന് മേലെ, 51 ലക്ഷത്തിനോട് അടുപ്പിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ 20 ലാക്സ് 10 വർഷം കൊണ്ട് ചിലവാക്കിയത് നമുക്ക് 50 ലക്ഷത്തിന് മേലെ, 51 ലക്ഷമായിട്ട് നമുക്ക് തിരിച്ച് കിട്ടുവാണ്. ഇതാണ് ഈ സ്കീമിൻ്റെ പ്രത്യേകത. പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിയാതെ പോകരുത്. വളരെ യൂസ്ഫുള്ളായിട്ടൊരു സ്കീമാണ്. നമ്മൾ ജോബ് ഇരിക്കുന്ന സമയം, നമ്മൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഫ്യൂച്ചറിൽ വളരെ ബെനിഫിഷ്യലായിട്ടുള്ളൊരു സ്കീമാണിത്. കുട്ടികളുടെ കാര്യത്തിലായാലും ഇനി പെൻഷൻ ആവാൻ, അതായത് റിട്ടയർമെൻറ്റ് സമയത്ത് നമ്മൾ പ്രൈവറ്റ് ജോബൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 50 ഇയേഴ്സ് ആയാലും 45 ഇയേഴ്സ് ആയാലും ഒക്കെ നിങ്ങൾക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യാം. ഏജ് 60 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾ 3 മാസം മുതലുള്ള കുട്ടികൾ മുതൽ 60 വയസ്സായവർക്ക് വരെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഫേമിലോ ബിസിനസ് ഫീൽഡിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കും. ഇത് എങ്ങനെയെങ്കിലും നിർത്തിപ്പോയാൽ മതി എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും ഒരു റെഗുലർ ഇൻകം കിട്ടുന്ന ഒരു സംഭവമാണിതിപ്പോൾ. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 10 ഇയേഴ്സ് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബാക്കി നമ്മൾ നോക്കുക വേണ്ട. തിരിച്ച് 15 ഇയേഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ച് കിട്ടുകയും ചെയ്യും. ലാസ്റ്റ് ഒരു ഹ്യൂജ് എമൗണ്ടായിട്ട്, ബൾക്ക് എമൗണ്ടായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടിലും വലിയ എമൗണ്ട് നമുക്ക് തിരിച്ച്, അതിൻ്റെ 110%, 100%ഉം അല്ല, 110% നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്ന ഒരു പോളിസിയാണിത്. സോ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ല, വളരെ കുറച്ചേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ഒരു സേവിങ്സ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ഇൻകത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു സ്കീം സജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. ആസ് ആൻ അഡ്വൈസർ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. സോ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ പേര് സ്നേഹ. താങ്ക് യു.